ഇന്നലെ രാവിലെ നേരം പുലരും മുൻപാണ് ദേവേന്ദുവിനെ കാണാനില്ലെന്ന പരാതി അച്ഛനും അമ്മയും ബാലരാമപുരം പോലീസിൽ നൽകിയത്. അപ്പോൾ തുടങ്ങിയ അന്വേഷണമാണ്. പല ആരോപണങ്ങളും അഭ്യൂഹങ്ങളും ഉയർന്നു കേട്ടു. രണ്ടാം ദിനം അസ്തമിച്ചിട്ടും കൊലപാതക കാരണം കണ്ടെത്തിയിട്ടില്ല. എന്താണ് പോലീസിന്റെ നിഗമനം? റഹീസ് റഷീദ് പറയും. സ്മൃതി, ബാലരാമപുരത്തെ 2 വയസ്സുകാരി ദേവേന്ദുവിൻ്റെ കൊലപാതകത്തിൽ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് എന്ന് പറയാം. കാരണം ഏതാണ്ട് 1.5 ദിവസത്തിലധികമായി പ്രതി ഹരികുമാർ പോലീസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും, അല്ലെങ്കിൽ റൂറൽ SP ആണെങ്കിൽ ഇന്ന് ഏതാണ്ട് 1 ദിവസം മുഴുവൻ ചോദ്യം ചെയ്തിട്ടും എന്താണ് കൊലപാതകത്തിന് ഉള്ള കാരണം, എന്തിനാ കുഞ്ഞിനെ കൊന്നു എന്ന് ഇതുവരെ പോലീസിന് മനസ്സിലായിട്ടില്ല എന്നാണ് റൂറൽ SP പറയുന്നത്. ഒപ്പം പോലീസ് പറയുന്നു ഈ പ്രതിക്ക് മാനസികമായ പ്രശ്നമുണ്ട്, വർഷങ്ങളായി പ്രശ്നമുണ്ട് എന്നാണ് പ്രതി പറയുന്നത്. ഒപ്പം പ്രതിയുടെ അമ്മ പറയുന്നതും പ്രശ്നമുണ്ട് എന്നതാണ്. പക്ഷേ ഇത്ര സമയമായിട്ടും ഈ പ്രതിക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ ഏത് ഡോക്ടറെയാണ് ചികിത്സിക്കുന്നത് എന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ഒരു ചികിത്സയുണ്ടോ, എന്താണ് പ്രതിയുടെ പ്രശ്നം എന്നൊന്നും ചോദിച്ച് മനസ്സിലാക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് ദുരൂഹമായ ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതിക്ക് മാനസികമായി പ്രശ്നമുണ്ട് എന്ന് മാധ്യമപ്രവർത്തകരോടടക്കം പറയുന്ന ഒരു പ്രവണത നമ്മൾ സാധാരണഗതിയിൽ കണ്ടിട്ടുമില്ല. ഇന്ന് ഇത് ഒരു ആഭിചാരക്രിയയാണോ, ഏതെങ്കിലും മന്ത്രവാദവുമായി ബന്ധപ്പെട്ട കൊലപാതകമാണോ എന്നൊരു സംശയം രാവിലെ ഉണ്ടായിരുന്നു. പ്രതിയുടെ സഹോദരി ശ്രീതുവുമായി ബന്ധമുള്ള, അല്ലെങ്കിൽ ശ്രീതുവിൻ്റെ മെൻറ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പൂജാരിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരുന്നു. സ്വാഭാവികമായും ഈ പ്രതിയുടെ സഹോദരിയും മക്കളും ഒക്കെ കഴിഞ്ഞ ദിവസം മുട്ടയടിച്ചിരുന്നു. അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടാണോ എന്ന സംശയം ഉയർന്നിരുന്നു. പക്ഷേ അതിൽ പോലീസ് ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. റൂറൽ SP കെ സുദർശൻ പറഞ്ഞത് ഈ പൂജാരിയെ വിളിച്ചു കൊണ്ടുവന്നത് കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യത്തിലല്ല, ഈ പ്രതിയുടെ സഹോദരിയായ, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അമ്മയായ ശ്രീതുവുമായി സാമ്പത്തികമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന പരാതി നൽകി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറഞ്ഞത്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയിട്ടുണ്ട്. അതിനുശേഷം ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പ്രതിയുടെ സഹോദരിയെ നാളെ ചോദ്യം ചെയ്യലിന്